ശാന്തി 16/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, യോഗത്തിലൂടെ തന്നെയാണ് ആത്മാവിൻ്റെ മാലിന്യം മാറുന്നത്, ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് ലഭിക്കുന്നത്. അതിനാൽ എത്ര സാധിക്കുമോ യോഗബലം വർദ്ധിപ്പിക്കൂ. ചോദ്യം: ദേവീ ദേവന്മാരുടെ കർമ്മം ശ്രേഷ്ഠമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കർമ്മം ഭ്രഷ്ടമായത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം തൻ്റെ യഥാർത്ഥ ധർമ്മത്തെ മറന്നുപോയി. ധർമ്മത്തെ മറക്കുന്നത് കാരണമാണ് ചെയ്യുന്ന കർമ്മങ്ങൾ ഭ്രഷ്ടമാകുന്നത്. ബാബ നിങ്ങൾക്ക് തൻ്റെ സത്യമായ ധർമ്മത്തിൻ്റെ തിരിച്ചറിവ് നൽകുന്നു. അതിനോടൊപ്പം മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുന്നു. അത് സർവരെയും കേൾപ്പിക്കണം. ബാബയുടെ സത്യമായ പരിചയം നൽകണം. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ഇത് ആരോട് പറഞ്ഞതാണ്? ബാബ കുട്ടികളോട് പറഞ്ഞതാണ്. ആ കുട്ടികളെ പതീതത്തിൽ നിന്നും പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു. ദേവീ ദേവതന്മാർ ആയിരുന്ന നമ്മൾ ഭാരതവാസികൾ ഇപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി സതോ പ്രധാനം മറികടന്ന് ഇപ്പോൾ സതോ രജോ തമോയും ഇപ്പോൾ തമോ പ്രധാനവുമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പതീതരെ പാവനമാക്കുന്ന ബാബ പറയുന്നു, തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, എത്രത്തോളം നമ്മൾ പുണ്യ ആത്മാവായി? നിങ്ങൾ സദോ പ്രധാന പവിത്ര ആത്മാവായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളെ ദേവീ ദേവത എന്ന് പറയുമായിരുന്നു. അതിനെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഭാരതവാസികളാരും സ്വയം ദേവീ ദേവതാ ധർമ്മത്തിലേത് എന്ന് പറയുന്നില്ല. ഹിന്ദു എന്നത് ഒരു ധർമ്മമല്ല. എന്നാൽ പതീതമാകുന്നത് കാരണം സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ദേവതമാർ പവിത്രമായിരുന്നു, പവിത്ര പ്രവൃത്തി മാർഗമായിരുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ പവിത്രമായിരുന്നു. ഭാരതവാസികൾക്ക് ബാബ ഓർമ്മ വരുത്തുന്നു, നിങ്ങൾ പവിത്ര പ്രവൃത്തി മാർഗമുള്ളവർ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൽ ഉള്ളവരായിരുന്നു. അതിനെ സ്വർഗം എന്ന് പറയുമായിരുന്നു. അവിടെ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. ആദ്യ നമ്പറിലെ മഹാരാജ മഹാറാണി ലക്ഷ്മി നാരായണൻ ആയിരുന്നു. അവരുടെയും ഡിനസ്റ്റി ഉണ്ടായിരുന്നു. ഭാരതം വളരെ ധനികമായിരുന്നു. അത് സത്യയുഗമായിരുന്നു. പിന്നെ ത്രേതായുഗം വന്നു. അപ്പോൾ പൂജ്യ ദേവീ ദേവത അഥവാ ക്ഷത്രിയൻ എന്ന് പറയുമായിരുന്നു. അത് ലക്ഷ്മി നാരായണൻ്റെ രാജ്യം. അത് രാമൻ്റെയും സീതയുടെയും രാജ്യം. അവരുടെയും ഡിനസ്റ്റി നടന്നു. ക്രിസ്ത്യൻസിൽ എഡ്വേർഡ് ദ ഫസ്റ്റ്, സെക്കൻഡ് ഇങ്ങനെ തുടരുന്നു. അതേപോലെ ഭാരതത്തിലും ഇങ്ങനെയായിരുന്നു. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. അതായത് 5000 വർഷം മുമ്പ് ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. എന്നാൽ അവർ ഈ രാജ്യം എപ്പോൾ എങ്ങനെ നേടി? ഇത് ആരും തന്നെ അറിയുന്നില്ല. അതേ സൂര്യവംശി രാജ്യം പിന്നെ ചന്ദ്രവംശിയിലേക്ക് വന്നു. കാരണം പുനർജന്മം എടുത്തെടുത്ത് പടികൾ ഇറങ്ങേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആരും അറിയുന്നില്ല. രചയിതാവാണ് ബാബ. അപ്പോൾ തീർച്ചയായും സത്യയോഗി പുതിയ ലോകത്തിൻ്റെ രചയിതാവായിരിക്കും. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഇന്നേക്ക് 5000 വർഷം മുമ്പ് സ്വർഗത്തിലായിരുന്നു. ഈ ഭാരതം സ്വർഗമായിരുന്നു. പിന്നെ നരകത്തിലേക്ക് വന്നു. ലോകം ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയുന്നില്ല. അതാകട്ടെ അപൂർണമാണ്. പിന്നീടുള്ള ഹിസ്റ്ററി മാത്രമാണ് അറിയുന്നത്. സത്യയുഗത്തിൻ്റെയും ത്രേതായുടെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ആരും അറിയുന്നില്ല. ഋഷി മുനിമാരും പറയുന്നു, നമ്മൾ രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നില്ല എന്ന്.
ആരെങ്കിലും എങ്ങനെ അറിയുവാനാണ്? ബാബ നിങ്ങൾക്ക് തന്നെയാണിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ശിവ് ബാബ ഭാരതത്തിൽ തന്നെയാണ് ദിവ്യ ജന്മം എടുക്കുന്നത്. ആ ഒന്നിൻ്റെ ശിവജയന്തിയുമുണ്ട്. ശിവജയന്തിക്ക് ശേഷം പിന്നെ വേണ്ടത് ഗീതാ ജയന്തിയാണ്. പിന്നെ അതിനോടൊപ്പം ഉണ്ടാകേണ്ടത് കൃഷ്ണ ജയന്തിയാണ്. എന്നാൽ ഈ ജയന്തിയുടെ രഹസ്യം ഭാരതവാസികൾ അറിയുന്നില്ല. ശിവജയന്തി എപ്പോഴാണ് ഉണ്ടായത്? മറ്റ് ധർമ്മത്തിലുള്ളവർ ഉടൻ പറയും ബുദ്ധ ജയന്തി, ക്രൈസ്റ്റ് ജയന്തി എപ്പോഴുണ്ടായി എന്ന്. ഭാരതവാസികളോട് ചോദിക്കൂ, ശിവജയന്തി എപ്പോഴുണ്ടായി? ആരും പറഞ്ഞു തരില്ല. ശിവൻ ഭാരതത്തിൽ വന്ന് എന്തു ചെയ്തു? ആരും അറിയുന്നില്ല. ശിവൻ സർവ ആത്മാക്കളുടെയും പിതാവായി. ആത്മാവ് അവിനാശിയാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഇത് 84ന്റെ ചക്രമാണ്. ശാസ്ത്രങ്ങളിലാണെങ്കിൽ 84 ലക്ഷം ജന്മം എന്ന കെട്ടുകഥ ചേർത്തിരിക്കുന്നു. ബാബ വന്ന് ശരിയായ കാര്യം പറഞ്ഞു തരുന്നു. ബാബയൊഴികെ ബാക്കി എല്ലാവരും രചയിതാവിനെയും രചനയെയും കുറിച്ച് അസത്യമാണ് പറയുന്നത്. കാരണം ഇത് മായയുടെ രാജ്യം തന്നെയാണ്. ആദ്യം നിങ്ങൾ പവിഴബുദ്ധിയായിരുന്നു. ഭാരതം പവിഴപുരിയായിരുന്നു. സ്വർണ വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു. ബാബയിരുന്ന് രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം, അതായത് ലോകത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞു തരുന്നു. നമ്മൾ തന്നെയാണ് ആദ്യം ദേവീ ദേവതയായിരുന്നത് എന്നത് ഭാരതവാസികൾ അറിയുന്നില്ല. ഇപ്പോൾ പതീതവും ദരിദ്രവും ഇറലിജിയസും ആയിരിക്കുന്നു. തൻ്റെ ധർമ്മത്തെ മറന്നുപോയി. ഇതും ഡ്രാമ അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബുദ്ധിയിൽ വരേണ്ടതാണല്ലോ. ഉയർന്നതിലും ഉയർന്ന സർവ ആത്മാക്കളുടെയും പിതാവ് മൂലവതനത്തിൽ വസിക്കുന്നു. പിന്നെയാണ് സൂക്ഷ്മവതനം. ഇതാണ് സ്ഥൂലവതനം. സൂക്ഷ്മവതനത്തിൽ കേവലം ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ഉണ്ടായിരിക്കുന്നു. അവർക്ക് രണ്ടാമതൊരു ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നുമില്ല. ഈ 3 നിലകളുണ്ട്, അല്ലെങ്കിൽ സ്ഥാനങ്ങളുണ്ട്. ഗോഡ് ഇസ് വൺ. ഗോഡിൻ്റെ രചനയും ഒന്നാണ്. ആ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ നിന്നും ത്രേത, പിന്നെ ദ്വാപരത്തിലേക്കും കലിയുഗത്തിലേക്കും വരേണ്ടി വരുന്നു. 84 ജന്മങ്ങളുടെ കണക്ക് വേണമല്ലോ. അതാരും തന്നെ അറിയുന്നില്ല. ഏതെങ്കിലും ശാസ്ത്രങ്ങളിലില്ല. 84 ജന്മങ്ങളുടെ പാർട്ട് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അഭിനയിക്കുന്നത്. ബാബ ഈ ചക്രത്തിൽ വരുന്നില്ല. കുട്ടികൾ തന്നെയാണ് പാവനത്തിൽ നിന്നും പതീതമാകുന്നത്. അതിനാൽ നിലവിളിക്കുന്നു, ബാബ വന്ന് നമ്മളെ വീണ്ടും പാവനമാക്കൂ. ഒന്നിനെ തന്നെയാണ് സർവരും വിളിക്കുന്നത്. രാവണ രാജ്യത്തിൽ എല്ലാവരും ദുഃഖിതരായിരിക്കുന്നു. അവരെ വന്ന് ലിബറേറ്റ് ചെയ്യൂ. പിന്നെ രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകൂ. പകുതി കൽപ്പമാണ് രാമരാജ്യം, പകുതി കൽപ്പമാണ് രാവണരാജ്യം. ഭാരതവാസികൾ പവിത്രമായിരുന്നു. അവർ തന്നെ പതീതമാകുന്നു. ഭാവമാർഗത്തിൽ പോകുന്നതിലൂടെ പതീതമാകാൻ ആരംഭിക്കുന്നു. ഭക്തി മാർഗം ആരംഭിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. അതിലൂടെ പകുതി കൽപ്പത്തേക്ക് 21 ജന്മത്തേക്ക് നിങ്ങൾ സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നു. പകുതി കൽപ്പം ജ്ഞാനത്തിൻ്റെ പ്രാപ്തി തുടരുന്നു. പിന്നെ രാവണ രാജ്യം ഉണ്ടാകുന്നു, വീഴാൻ തുടങ്ങുന്നു. നിങ്ങൾ ദേവി രാജ്യത്തിലായിരുന്നു, പിന്നെ ആസുരിയ രാജ്യത്തിലേക്ക് വന്നു. ഇതിനെ ഹെൽ, നരകം എന്ന് പറയുന്നു. നിങ്ങൾ ഹെവനിലായിരുന്നു, പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഹെല്ലിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നു. അതായിരുന്നു സുഖധാമം. ഇതാണ് ദുഃഖധാമം. 100% ഇൻസോൾവെൻ്റ് ആണ്. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങുന്നു. അതേ ഭാരതവാസികൾ പൂജ്യരിൽ നിന്നും പൂജാരിയായി. ഇതിനെ തന്നെയാണ് വേൾഡിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ഭാരതവാസികളായ നിങ്ങളുടെ ചക്രമാണ്.
മറ്റ് ധർമ്മത്തിലുള്ളവർ ആണെങ്കിൽ 84 ജന്മം എടുക്കുന്നില്ല. അവർ സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നതേയില്ല. സത്യയുഗത്തിലും ത്രേതായിലും കേവലം ഭാരതമാണ് ഉണ്ടായിരുന്നത്. സൂര്യവംശി, ചന്ദ്രവംശി, പിന്നെ വൈശ്യവംശി, ശൂദ്രവംശി. ഇപ്പോൾ പിന്നെ നിങ്ങൾ വന്ന് ബ്രാഹ്മണവംശി ആയിരിക്കുന്നു, ദേവതാവംശി ആകുന്നതിനു വേണ്ടി. ഇതാണ് ഭാരതത്തിൻ്റെ വർണ്ണം. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ ആകുന്നതിലൂടെ ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന പോലെ. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ പാവനമായി പിന്നെ പതീതമാകുന്നു. സുഖധാമത്തിൽ പോയി പിന്നെ ദുഃഖധാമത്തിലേക്ക് വരുന്നു. പിന്നീട് ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെ നിരാകാരി ലോകം എന്ന് പറയുന്നു. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ഇത് ഒരു മനുഷ്യനും അറിയുന്നില്ല. ആത്മാവും ഒരു സ്റ്റാർ പോലെ ബിന്ദുവാണ്. ഭൃഗുടിയുടെ മധ്യത്തിൽ നക്ഷത്രം തിളങ്ങുന്നു എന്ന് പറയുന്നു. ചെറിയ ഒരു ബിന്ദുവാണ്. അതിനെ ദിവ്യദൃഷ്ടിയിലൂടെയാണ് കാണുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ സ്റ്റാർ എന്നും പറയുകയില്ല. സ്റ്റാർ ആണെങ്കിൽ പിന്നെയും വലുതാണ്. ദൂരമുള്ളത് കാരണമാണ് ചെറുതായി കാണപ്പെടുന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രം നൽകുന്നതാണ്. ആത്മാവ് ഇത്രയും ചെറുതാണ്. മുകളിൽ സ്റ്റാർ ചെറുതായി കാണപ്പെടുന്നത് പോലെ ബാബയുടെ ആത്മാവും ഒരു ബിന്ദു പോലെയാണ്. അതിനെ സുപ്രീം ആത്മാവ് എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ മഹിമ വേറെയാണ്. മനുഷ്യ സൃഷ്ടിയുടെ ചൈതന്യ ബീജരൂപമായത് കാരണം ആ ഒന്നിൽ മുഴുവൻ ജ്ഞാനമുണ്ട്. നിങ്ങളുടെ ആത്മാവിനും ഇപ്പോൾ നോളജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെറിയ ബിന്ദുവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അതും അവിനാശിയാണ്. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി വന്നിരിക്കുന്നു. ഇതിന് അവസാനം ഉണ്ടാവുക സാധ്യമല്ല. ദേവതയായിരുന്നു ദൈത്യർ, അതായത് അസുരനായി വീണ്ടും ദേവത ആകേണ്ടതുണ്ട്. ഈ ചക്രം തുടർന്നു വരുന്നു. ബാക്കിയെല്ലാം ബൈ പ്ലോട്ടാണ്. ഇസ്ലാമി, ബൗദ്ധർ തുടങ്ങിയ ആരും 84 ജന്മം എടുക്കുന്നില്ല. ഈ സത്യയുഗം ഭാരതത്തിൽ റൈറ്റേഴ്സും സോൾവെൻറ്റുമായിരുന്നു. പിന്നെ 84 ജന്മം എടുത്ത് വിഷ്യസ് ആയിരിക്കുന്നു. ഇത് വിഷ്യസ് വേൾഡാണ്. 5000 വർഷം മുമ്പ് പ്യൂരിറ്റി ഉണ്ടായിരുന്നു, പീസും ഉണ്ടായിരുന്നു, പ്രോസ്പെരിറ്റിയും ഉണ്ടായിരുന്നു. ബാബ കുട്ടികൾക്ക് ഓർമ്മ വരുത്തുന്നു. മുഖ്യമായതാണ് പ്യൂരിറ്റി. ഇതിനു വേണ്ടി തന്നെയാണ് വിഷ്യസിനെ വൈസ്ലെസ് ആക്കുവാനായി വരൂ എന്ന് പറയുന്നത്. ആ ഒന്ന് സദ്ഗതി നൽകുന്നവനാണ്. അതിനാൽ ആ ഒന്ന് സദ്ഗുരുവാണ്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ ബെഗർ ടു പ്രിൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അഥവാ നരനിൽ നിന്നും നാരായണൻ, നാരിയിൽ നിന്നും ലക്ഷ്മിയാകുന്നു. ഇത് നിങ്ങളുടെ രാജയോഗമാണ്. ഭാരതത്തിന് തന്നെയാണ് ഇപ്പോൾ ബാബയിലൂടെ രാജധാനി ലഭിക്കുന്നത്. ആത്മാവ് തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത് ശരീരത്തിലൂടെ. ശരീരമല്ല പഠിക്കുന്നത്. ആത്മാവ് സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ പഠിക്കുന്നു. ഇതിനെ ദേഹി അഭിമാനി എന്ന് പറയുന്നു. ആത്മാവ് വേറിട്ട് പോകുമ്പോൾ ശരീരം കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ആത്മാവ് പറയുന്നു, ഇപ്പോൾ ഞാൻ പുണ്യ ആത്മാവ് ആയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ ദേഹാഭിമാനത്തിൽ വന്ന് പറയുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ആത്മാവാണ്, എൻ്റെ ശരീരം വലുതാണ്. പരമാത്മാവായ ബാബയിലൂടെ ഞാൻ ആത്മാവ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾ ഗോൾഡൻ ഏജിൽ സദോ പ്രധാനമായിരുന്നു. പിന്നെ നിങ്ങളിൽ അലോയ് ചേർന്നു, കലർപ്പ് ചേർന്ന് നിങ്ങൾ പാവനത്തിൽ നിന്നും പതീതമായിരിക്കുന്നു.
ഇപ്പോൾ വീണ്ടും പാവനമാകേണ്ടതുണ്ട്. അതിനാൽ പറയുന്നു, ഹേ പതീത പാവന, വരൂ, വന്നു നമ്മളെ പാവനമാക്കൂ. അപ്പോൾ ബാബ നിർദ്ദേശം നൽകുന്നു, ഹേ പതീത ആത്മാവേ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളിൽ നിന്നും കലർപ്പ് മാറും, നിങ്ങൾ പാവനമായി മാറും. അതിനെ പ്രാചീന യോഗം എന്ന് പറയുന്നു. ഈ ഓർമ്മയിലൂടെ, അതായത് യോഗ അഗ്നിയിലൂടെ കലർപ്പ്, അതായത് മാലിന്യം ഭസ്മമാകും. മുഖ്യ കാര്യമാണ് പതീതത്തിൽ നിന്നും പാവനമാവുക. സാധു സന്യാസിമാർ ആദിയായ എല്ലാവരും പതീതമാണ്. പാവനമാകാനുള്ള ഉപായം ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. എന്നെ മാത്രം ഓർമ്മിക്കൂ, ഈ അന്തിമ ജന്മം പവിത്രമാകൂ. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എന്നെ മാത്രം ഓർമ്മിക്കൂ. കാരണം ആത്മാക്കളായ നിങ്ങൾ ഏവരുടെയും പ്രിയതമൻ ഞാനാണ്. നിങ്ങൾ ഏവരെയും ഞാൻ പാവനമാക്കിയിരുന്നു, പിന്നെ പതീതമായിരിക്കുന്നു. എല്ലാ ഭക്തരും പ്രിയതമകളാണ്. പ്രിയതമൻ പറയുന്നു, കർമ്മവും ചെയ്തുകൊള്ളൂ. ബുദ്ധി കൊണ്ട് എന്നെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഈ പ്രയത്നമുണ്ട്. അപ്പോൾ ബാബയെ ഓർമ്മിക്കേണ്ടതാണ് സമ്പത്ത് നേടുന്നതിന് വേണ്ടി. ആര് കൂടുതൽ ഓർമ്മിക്കുമോ അവർക്ക് സമ്പത്തും കൂടുതൽ ലഭിക്കും. ഇതാണ് ഓർമ്മയുടെ യാത്ര. ആര് കൂടുതൽ ഓർമ്മിക്കുമോ അവർ തന്നെ പാവനമായി വന്ന് എൻ്റെ കഴുത്തിലെ മാലയാകും. സർവ ആത്മാക്കളുടെയും നിരാകാരി ലോകത്തിൽ ഒരു വംശാവലി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ഇൻകോർപ്പൊറിയൽ ട്രീ എന്ന് പറയുന്നു. ഇതാണ് കോർപ്പൊറിയൽ ട്രീ. നിരാകാരി ലോകത്തിൽ നിന്നും എല്ലാവർക്കും നമ്പർ വൈസായി വരണം, വന്നുകൊണ്ട് തന്നെ ഇരിക്കണം. വൃക്ഷം എത്ര വലുതാണ്! ആത്മാവ് ഇവിടെ പാട്ട് അഭിനയിക്കുവാനായി വരുന്നു. ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും ഈ ഡ്രാമയിലെ ആക്ടേഴ്സാണ്. ആത്മാവ് അവിനാശിയാണ്, അതിൽ പാട്ടും അവിനാശിയാണ്. ഡ്രാമ എപ്പോൾ തയ്യാറായി ഇത് പറയുവാൻ സാധിക്കില്ല. ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഭാരതവാസികൾ ആദ്യം സുഖത്തിലായിരുന്നു, പിന്നെ ദുഃഖത്തിൽ വന്നു, പിന്നെ ശാന്തിധാമത്തിലേക്ക് പോകണം. വീണ്ടും ബാബ സുഖധാമത്തിലേക്ക് അയക്കും. അതിൽ ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുന്നു അതിനനുസരിച്ച് ഉയർന്ന പദവി നേടും. ബാബ കിങ്ഡം സ്ഥാപിക്കുന്നു. അതിൽ പുരുഷാർത്ഥമനുസരിച്ചാണ് രാജധാനിയിൽ പദവി നേടുന്നത്. സത്യയുഗത്തിൽ തീർച്ചയായും കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടാവുക. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ വൃക്ഷം ചെറുതാണ്, ബാക്കിയെല്ലാം വിനാശമാകും. ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അതായത് സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നു. 5000 വർഷം മുമ്പും ഈ യുദ്ധത്തിനു ശേഷം സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നിരുന്നു. അനേകം ധർമ്മങ്ങൾ വിനാശമായിരുന്നു. ഈ യുദ്ധത്തെ പറയുന്നത് മംഗളകാരി യുദ്ധം എന്നാണ്. ഇപ്പോൾ നരകത്തിൻ്റെ ഗേറ്റ് തുറന്നിരിക്കുന്നു. പിന്നീട് സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറക്കും. സ്വർഗത്തിൻ്റെ കവാടം ബാബ തുറക്കുന്നു. നരകത്തിൻ്റെ കവാടം രാവണൻ തുറക്കുന്നു. ബാബ സമ്പത്ത് നൽകുന്നു, രാവണൻ ശാപം നൽകുന്നു. ഈ കാര്യങ്ങൾ ലോകം അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പരിധിയില്ലാത്ത നോളജ് ആഗ്രഹിക്കുന്നു. അതാകട്ടെ നിങ്ങൾക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. എന്നാൽ നിങ്ങൾ ഗുപ്തമാണ്, നിങ്ങളെ തിരിച്ചറിയുന്നതേയില്ല. നിങ്ങൾ യോഗബലത്തിലൂടെ തൻ്റെ രാജധാനി നേടിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നാരായണൻ ഈ രാജ്യം എങ്ങനെ നേടി അതും നിങ്ങൾ അറിയുന്നു. ഇതിനെ പറയുന്നത് ഓസ്പീഷ്യസ് മംഗളകാരി യുഗം എന്നാണ്. ഇതിൽ ബാബ വന്ന് പാവനമാക്കി മാറ്റുന്നു. കൃഷ്ണനെ ആണെങ്കിൽ എല്ലാവരും അച്ഛൻ എന്ന് പറയില്ല, ബാബ എന്ന നിരാകാരനെയാണ് പറയുന്നത്. ആ ബാബയെ ഓർമ്മിക്കണം, പാവനവുമാകണം. വികാരങ്ങളെ തീർച്ചയായും ഉപേക്ഷിക്കേണ്ടി വരും. ഭാരതം വൈസ്ലെസ് സുഖധാമമായിരുന്നു.
ഇപ്പോൾ വിഷ്യസ് ദുഃഖധാമമാണ്, വർത്ത് നോട്ട് പെന്നിയാണ്, ചില്ലിക്കാശിന് വിലയില്ലാത്തതാണ്. ഇത് ഡ്രാമയുടെ കളിയാണ്. ഇതിനെ ബുദ്ധിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ധാരണ ചെയ്യിക്കണം. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓർമ്മയിലൂടെ പാവനമായി ബാബയുടെ കഴുത്തിലെ മാലയാകണം. കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരുന്ന് വികർമാജീത് ആകണം. പുണ്യ ആത്മാവാകുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകണം. വരദാനം: തൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്തെ ക്ലിയറും കെയർഫുള്ളും ആക്കി വയ്ക്കുന്ന മാസ്റ്റർ നോളജ്ഫുള്ളും പവർഫുള്ളുമായി ഭവിക്കട്ടെ. ഏതുപോലെ ജോത്സ്യൻ തൻ്റെ ജ്യോതിഷത്തിൻ്റെ നോളജിലൂടെ, ഗ്രഹങ്ങളുടെ നോളജിലൂടെ വരാൻ പോകുന്ന ആപത്തുകളെ അറിയുന്നുവോ, അതേപോലെ കുട്ടികളായ നിങ്ങൾ ഇൻ അഡ്വാൻസ് മായയിലൂടെ വരാൻ പോകുന്ന പരീക്ഷകളെ തിരിച്ചറിഞ്ഞ് പാസ് വിത്ത് ഓണർ ആകുന്നതിനായി തൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്തെ ക്ലിയർ ആക്കൂ, കെയർഫുള്ളായിരിക്കൂ. ദിനം പ്രതിദിനം ഓർമ്മയുടെയും സൈലൻസിൻ്റെയും ശക്തിയെ വർദ്ധിപ്പിക്കൂ. അപ്പോൾ ഇന്ന് എന്തോ നടക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. മാസ്റ്റർ നോളജ്ഫുള്ളും പവർഫുള്ളും ആകൂ. അപ്പോൾ ഒരിക്കലും തോൽവി ഉണ്ടാവുക സാധ്യമല്ല. സ്ലോഗൻ: പവിത്രത തന്നെയാണ് നവീനത. ഇതുതന്നെയാണ് ജ്ഞാനത്തിൻ്റെ ഫൗണ്ടേഷൻ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിന് വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. കുട്ടികളായ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മധുരതയും മനസ്സിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും ഉണ്ടായിരിക്കട്ടെ. 2 സ്മൃതികളും ഉണ്ടായിരിക്കുമെങ്കിൽ പാസ് വിത്ത് ഓണർ ആയി മാറും. മധുരതയും വിനയവും ഈ വിശേഷ 2 ധാരണകളിലൂടെ സദാ വിശ്വമംഗളകാരിയും മഹാദാനിയും വരദാനിയുമായി മാറും. സഹജമായി തന്നെ സ്നേഹത്തിൻ്റെ തെളിവ് നൽകുവാൻ സാധിക്കും. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാൻ ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്.
ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻസ് സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.